സ്ത്രീയോട് പെരുമാറ്റം എന്ന് വെച്ചാൽ ഇത്രയും 2 വർഷമായിട്ട് ഞാൻ ബസ് ഓടുകയാണ്. KSRTCയിൽ 2 വർഷമാണ്, അല്ലാതെ പ്രൈവറ്റിൽ ഇത്രയും കാലം ഓടി. ഇതുവരെയ്ക്കും ആരും ബസ്സിലെ യാത്രക്കാരും എൻ്റെ അടുത്ത് അങ്ങനെ മോശമായിട്ട് പെരുമാറിയെന്ന് തന്നെ ആരും പരാതിയും കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു കേസും ഇല്ല. പിന്നെ എങ്ങനെയാണ് പറയുന്നത്? ഇതിപ്പോൾ യാത്രക്കാർ തൊട്ട് ബാക്കിലൊക്കെ യാത്രക്കാരിരിക്കുകയാണ്, ആണുങ്ങളാണ് ഇരുന്നത്. പെണ്ണുങ്ങളെ സീറ്റിൽ പെണ്ണുങ്ങൾ കുറവായിരുന്നു, ബാക്കിൽ റിസർവേഷൻ 2-3 പെണ്ണുങ്ങളുണ്ടായിരുന്നു. അല്ലാതെ ആണുങ്ങളാണ് ഫ്രണ്ടിൽ വന്നിരുന്നത്. അവരാരെങ്കിലും വലിച്ചെറിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വലിച്ചെറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഫ്രണ്ടിൽ നിന്നത്, ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് കവർ വലിച്ചെറിയുന്നത്? അത് ചുമ്മാ പറയുന്നത്. ഞാൻ ഈ വണ്ടിയിൽ ഇപ്പോൾ ഇത്രയും പൊക്കമുള്ള വണ്ടിയിൽ ഇരുന്ന് പോകുമ്പം ഫ്രണ്ടിൽ പോകുന്ന ചെറിയൊരു കാറ് അവർ ഇരുന്ന് കണ്ടെങ്കിൽ അത് ഭയങ്കര അതിശയമാണ്. ഇത്രയും പൊക്കത്തിലിരിക്കുന്ന വണ്ടിയിൽ ഈ ബസ്സിലിരിക്കുന്ന ഞാൻ ലൈംഗിക ചൊവ്വയോട് കൂടിയിട്ട് ഇത്രയും ബസ്സിൽ പെണ്ണുങ്ങൾ കയറിയിട്ട് ആരുടെ അടുത്തും കാണിച്ചില്ല, ഈ മാഡത്തിൻ്റെ അടുത്ത് മാത്രം കാണിക്കാൻ എനിക്ക് പെട്ടെന്നില്ല. അങ്ങനെ ചുമ്മാ പറയണേ, എന്നെ എങ്ങനെയെങ്കിലും നാണം കെടുത്തുക, എന്നെ എങ്ങനെയും ജോലിയിൽ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്, മാഡത്തിന് രക്ഷപ്പെടാൻ വേണ്ടി. എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വന്ന് സംസാരിക്കുന്നത് സാധാ ഒരു ആൾ വന്ന് സംസാരിക്കും, വണ്ടി അവരെ പോകാൻ സമ്മതിക്കാതെ തടസ്സമായിട്ട് ഓട്ടിച്ചു എന്നുള്ള രീതിയിലാണ് സംസാരിച്ച് സാധാ ഒരാളാണെന്ന് എനിക്ക് തോന്നിയത്. പിന്നീട് മേയർ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് മേയറായിരുന്നു, എന്നാൽ നമ്മളിപ്പോൾ തെറ്റ് ചെയ്തില്ലെങ്കിലും തെറ്റ് ചെയ്തെന്ന് സമ്മതിക്കാമെന്ന് വിചാരിച്ച് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര തർക്കമാണ്. നിന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടണം, ഞാൻ കാണിച്ചു തരാം, അവരെ പവർ അവർ പറഞ്ഞു കഴിഞ്ഞ് നിനക്ക് ഉള്ള പണി തരാം എന്ന് പറഞ്ഞിട്ട് തന്നെ പോയത്. ആ വീഡിയോസിൽ എല്ലാത്തിലും ഉണ്ട്, എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല. റെഡ് സിഗ്നൽ വിടുന്ന പാളയം സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിൽ സീബ്ര ക്രോസിന് മുമ്പായിട്ട് ഞാൻ വണ്ടി നിർത്തുകയാണ്. അടുത്ത ഗിയർ ഇട്ട് ഗ്രീന് വിളിച്ചപ്പോഴത്തേക്ക് ഗ്രീൻ ആയപ്പോഴത്തേക്ക് ഞാൻ വണ്ടി മുന്നോട്ടെടുക്കാൻ നേരത്താണ് ഈ ഇടത് സൈഡിൽ കൂടെയാണ് ഈ കാർ കയറി വരുന്നത്. അത് തന്നെ ഒഫൻസാണ്. ഇടത് സൈഡിൽ കൂടെ, വലിയ വണ്ടിയുടെ ഇടത് സൈഡിൽ കൂടെ കയറി വന്നതിന് ഫ്രണ്ടിൽ ക്രോസിന് ഇങ്ങനെ വെച്ച്, സീബ്ര ക്രോസിനോട് വണ്ടി ഇങ്ങനെ ക്രോസിനിട്ട്, 1 വേ ആണ്, ഓപ്പോസിറ്റ് വണ്ടി വരേണ്ട സ്ഥലമല്ല, ഇങ്ങനെ ക്രോസിന് നിർത്തിയാൽ അത് വലിയ ഒഫൻസ് അല്ല. സീബ്ര ക്രോസിൽ ആളുകൾക്ക് നടക്കാനുള്ള സീബ്ര ക്രോസിലാണ് ക്രോസിനുണ്ട്. അതും എനിക്ക് സംശയമുണ്ട്, ഞാനല്ല ഇത് ലഹരി പദാർത്ഥം യൂസ് ചെയ്ത, അവരെ സഹോദരനാണ്, ആ വണ്ടി ഓടിച്ച പയ്യനായിരിക്കും. എനിക്ക് തോന്നുന്നു അവൻ ഇങ്ങനെയൊക്കെ കാണിക്കാൻ കാര്യം അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ലഹരിയുടെ കുഴപ്പമായിരിക്കാം. അവരാദ്യം ചോദിക്കുന്ന അവരെ വണ്ടിയെ തടസ്സപ്പെടുത്തി, വണ്ടി റോഡ് നിൻ്റെ അപ്പൻ്റെ വകയെന്നാണ് ചോദിച്ചുകൊണ്ടല്ലേ അവരടിക്കാനല്ലേ വന്നത്, എൻ്റെ ഡോറും വലിച്ചു തുറന്നു, അങ്ങനെയല്ലേ വന്നേ. അത് കാണും വണ്ടിയാകുമ്പോൾ തട്ടും. ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ തമ്പാനൂരിൽ നിന്ന് വന്നിട്ട് ഞാൻ പ്രാവുച്ചമ്പലം ആറ്റുകാലം എന്ന് പറയുന്ന ബസ് ഓടിച്ച് വന്നപ്പോഴത്തെ ഈ ഫ്രണ്ടിൽ പോയ KSRTC ബസ് ഫ്രണ്ടിൽ ഒരു ആട്ടോ എന്തോ പെട്ടെന്ന് വന്നിട്ട് ചവിട്ടിയപ്പോൾ ആ KSRTC ബസ് നിൽക്കാതെ പോയി ഒരു ആട്ടയിലെ കാറിലെ പോയി ഇടിച്ചു. അതിൻ്റെ തൊട്ട് പിറകെ എൻ്റെ ബസ്സും തൊട്ട് ബാക്കിൽ നിന്ന് വരെയായിരുന്നു. ഞാനും ചവിട്ടിയിട്ട് കിട്ടിയില്ല, നേരെ ബാക്കിൽ വന്നിടിച്ചു. അത് ബസ് തട്ടുമുട്ടും, നമ്മുടെ വണ്ടി റോഡിൽ ഓടണേ ഇല്ലേ. അങ്ങനെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇവരെ പാർട്ടിക്കാർ തന്നെയാണ്. പാർട്ടിക്കാർ തമ്മിൽ അടിയായോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളും അടിയായപ്പോൾ അവരെ പാർട്ടിക്കാർ തന്നെയാണ് കൊടുത്തത്. അത് എനിക്ക് തോന്നുന്നുണ്ട്, ഇപ്പം രണ്ടാമത്തെ ഇതായി ഇവിടുത്തെ യൂണിറ്റിലൊക്കെ ചേരാനും ഇവിടുത്തെ പാർട്ടിയിലൊക്കെ ചേരാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ കോളേജിൽ പഠിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചേർന്നിട്ടില്ല, ഒരു പാർട്ടിയിലും ചേർന്നിട്ടില്ല. ഈ പാർട്ടി എന്നെ അത്രയ്ക്ക് ദ്രോഹിക്കുന്ന പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമല്ലേ, ആദ്യത്തെ ഈ ഒരു കേസ് പറയുന്ന കേട്ടില്ലേ, അത് അങ്ങനെ ഒരു കേസേ ഇല്ല. കോടതിയിൽ പോയതാണ്, ജഡ്ജി പറഞ്ഞ് ആ പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഈ പയ്യനാണോ താങ്കൾ പറയുന്ന കുറ്റത്തിലുള്ളത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അയ്യോ മാറിപ്പോയി, ഒരു പയ്യൻ്റെ പേര് ഇങ്ങനെ കളങ്കമാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാണ്, നിങ്ങളെ പേര് കേസ് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട മാഡം, ഇതെനിക്ക് കേസൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അവർ ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇവരെ പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ.